എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട് 3 വമ്പൻ അപ്ഡേറ്റ് വന്നു. അതുപോലെ ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളെയും കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാളം കോമഡി ഡ്രാമ സിനിമയാണല്ലോ പെണ്ണും പൊറാട്ടും. പുതുമുഖങ്ങളെയും പ്രമുഖ താരങ്ങളെയും അണിനിരത്തി രസകരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം തിയേറ്ററുകളിൽ ചിരിയുടെ ഒരു വേള തന്നെ സമ്മാനിച്ചിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലും ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ലഭ്യമാണ്. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത് സണ്ണി ഡിയോൾ, വരുൺ ധവാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് യുദ്ധചിത്രമാണല്ലോ ബോർഡർ 2. 1997 പുറത്തിറങ്ങിയ ഇതിഹാസ ചിത്രം ബോർഡറിന്റെ രണ്ടാം ഭാഗമായ ഈ ചിത്രം പ്രേക്ഷകർക്ക് വലിയൊരു ദൃശ്യവിസ്മയം തന്നെയാകും സമ്മാനിക്കുക. അങ്ങനെ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം മാർച്ച് 20 മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുകയാണ്. ഹിന്ദി കൂടാതെ വിവിധ ഭാഷകളിൽ ചിത്രം സ്ട്രീമിങ്ങിന് ലഭ്യമാകും. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, കൈതു ലോഹർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് മലയാളം ചിത്രമാണല്ലോ പള്ളിച്ചട്ടമ്പി. ജനഗണമന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഡിജോയും ടൊവിനോയും ഒന്നിക്കുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. നിലവിൽ ചിത്രത്തിന്റെ ഡബ്ബിംഗ് വർക്കുകളെല്ലാം പൂർത്തിയായി എന്ന ആവേശകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു മാസ് ആക്ഷൻ എന്റർടൈനറായി ഒരുങ്ങുന്ന ഈ ചിത്രം വരാനിരിക്കുന്ന 2026 മെയ് മാസത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. ടൊവിനോയുടെ കരിയറിൽ തന്നെ മറ്റൊരു കരുത്തുറ്റ കഥാപാത്രത്തെ ഈ ചിത്രത്തിലൂടെ കാണാനാവുമെന്ന് ഉറപ്പാണ്. ഗണേഷ് ചന്ദ്രയുടെ സംവിധാനത്തിൽ അജയ് ദിശാൻ, RK ധനുഷ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ തമിഴ് റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണല്ലോ പൂക്കി. യുവാക്കളുടെയും പ്രണയിനികളുടെയും മനസ്സ് കീഴടക്കുന്ന വൈകാരികമായ നിമിഷങ്ങളാൽ സമ്പന്നമാണ് ഈ ചിത്രം. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ C5 വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. രവി തേജയെ നായകനാക്കി കിഷോർ തിരുമല സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തെലുഗു ആക്ഷൻ കോമഡി എന്റർടൈനർ ആണല്ലോ ഭർത്ത മഹാസേലകു വിജ്ഞാപ്തി. രവി തേജയും അഷിക രംഗനാഥും തമ്മിൽ ആദ്യമായി ഒന്നിക്കുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. BMW എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്ന ഈ ചിത്രം ഇപ്പോൾ ഇതാ OTTയിൽ എത്തിയിരിക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ ചിത്രം പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ C5ലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചു. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഇപ്പോൾ ലഭ്യമാണ്. മാസ് മഹാരാജ രവി തേജയും ശിവ നിർവാണയും വീണ്ടും ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ഇരുമുടിയെക്കുറിച്ചുള്ള ആവേശകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രിയ ഭവാനി ശങ്കർ നായികയെത്തുന്ന ഈ ചിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തെന്നിന്ത്യൻ താരം തമന്ന ഭാട്ടിയുമായി ചർച്ചകൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. GV പ്രകാശ് കുമാർ സംഗീതമൊരുക്കുന്ന ഈ ചിത്രം ആക്ഷനും ഇമോഷനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വമ്പൻ പ്രൊജക്റ്റ് ആയിരിക്കും. ഔദ്യോഗിക സ്ഥിരീകരണം വന്നില്ലെങ്കിലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രവി തേജയും തമന്നയും വീണ്ടും ഒന്നിക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. വിശ്വക് സെൻ, കൈതു ലോഹർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ തെലുഗു ആക്ഷൻ കോമഡി ചിത്രമാണല്ലോ ഫങ്കി. തിയേറ്ററുകളിൽ മികച്ച വിനോദം സമ്മാനിച്ച ഈ ചിത്രം സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് കാത്തിരുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ലഭ്യമാണ്. അശ്വിൻ ചന്ദ്രശേഖർ നായകനെത്തിയ ഏറ്റവും പുതിയ തമിഴ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണല്ലോ കപ്പിൾ ഫ്രണ്ട്ലി. പ്രണയവും സ്വപ്നങ്ങളും കോർത്തിണക്കി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയത്. മികച്ച നിരൂപക പ്രശംസയും പ്രേക്ഷക പിന്തുണയും നേടിയ സിനിമ ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ OTTയിൽ എത്തിയിരിക്കുകയാണ്. പ്രൈം വീഡിയോ വഴിയാണ് ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. തമിഴ് പതിപ്പിനൊപ്പം തന്നെ ചിത്രത്തിന്റെ തെലുഗു പതിപ്പും ഇപ്പോൾ ലഭ്യമാണ്. ഉഭയനി സംവിധാനം ചെയ്ത് ഷൈൻ ടോം ചാക്കോ, ബിബിൻ ജോർജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ശുക്രൻ. വ്യത്യസ്തമായ പ്രമേയവും അവതരണവും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹരി വെങ്കിടേഷ് സംവിധാനം ചെയ്ത് KPY ധീന കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ ഫ്രൈഡേ. ഒരു മുഴുനീള കോമഡി എന്റർടൈനറായി ഒരുക്കിയ ഈ ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നവീൻ ജോർജ് തോമസ് സംവിധാനം ചെയ്ത്
ഋഷികാന്ത് കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും വലിയ തമിഴ് കോമഡി വെബ് സീരീസ് ആണ് ദ ലോക്കൽ ടൈംസ്. തികച്ചും രസകരമായ നിമിഷങ്ങളുമായി പ്രേക്ഷകരെ ചിരിപ്പിക്കാനെത്തിയ ഈ ആമസോൺ ഒറിജിനൽ സീരീസ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയാണ്. സീരീസിന്റെ ആദ്യ 7 എപ്പിസോഡുകളും ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ക കോമഡി എന്റർടൈനർ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരാന്ത്യം ആസ്വദിച്ച് കാണാൻ പറ്റിയ മികച്ചൊരു ഓപ്ഷനാണിത്. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം മോഹൻലാലും തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ L366. ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മീര ജാസ്മിൻ കൂടെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ ഈ വരുന്ന ഒക്ടോബർ മാസം പൂജ സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തും. ഇപ്പോൾ L366-നൊപ്പം ക്ലാഷ് റിലീസായി 3 സിനിമകൾ കൂടി പൂജ റിലീസായി എത്തുന്നുണ്ട്. അമൽ നീരജ് സൗബൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ് പൂജ സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തും. ഒരു സ്റ്റൈലിഷ് ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് ഡ്യൂക്സ് എത്തുന്നത്. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് വിയെ സംവിധാനം ചെയ്യുന്ന ടിക്കി ടാക്ക, സന്ദീപ് പ്രദീപ് കേന്ദ്ര കഥാപാത്രമാകുന്ന കോസ്മിക് സാംസൺ എന്നീ സിനിമകളും പൂജ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പൂജ ഡേയ്സിൽ വലിയ ഓളങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത് ശ്രുതി മേനോൻ, വിനീത് തട്ടിൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ സ്പാ. വേറിട്ട പ്രമേയവും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2026 മാർച്ച് അവസാന വാരത്തോടുകൂടി ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണല്ലോ ആട് 3. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും ആട് 3 എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വമ്പിച്ച റിലീസിനായി തയ്യാറെടുക്കുന്ന ചിത്രം മാർച്ച് 19, 2026 മുതൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ചിത്രത്തിന്റെ കേരളത്തിലെ ബുക്കിംഗ് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്നതാണ്. അതിനിടയിൽ സിനിമയുടെ ആദ്യ സിംഗിൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് മൂവി ടീം. നാളെ മാർച്ച് 14 രാത്രി 8 മണിക്ക് ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തു വരുമെന്ന് ഇപ്പോൾ മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. വേദികയുടെ ഒരു കിടിലൻ ഡാൻസ് ഈ പാട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വിഘ്നേഷ് മുനത്തൂർ സംവിധാനം ചെയ്ത് സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് സിനിമയാണല്ലോ പ്രകമ്പനം. തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ച ഈ ചിത്രം ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് ബസ്റ്റർ അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ C5 വഴിയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. 2026 മാർച്ച് 20 ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൻ വരവേൽപ്പാണ് ചിത്രത്തിന്റെ OTT റിലീസിനായി സോഷ്യൽ മീഡിയയിൽ ആരാധകർ നൽകിക്കൊണ്ടിരിക്കുന്നത്.